എവിടെയാണ് ഇപ്പൊ പൊത്തിൽ ഒളിച്ചിരിക്കുന്നത്? എവിടെയാണ് ഇപ്പം? സംഭവം കാണാനൊന്നും ഇല്ലല്ലോ. എവിടെ പോയി? എന്തിനു പോയി? ആരുടെ കൂടെ ചെലവഴിച്ചു? എന്തായിരുന്നു ഉദ്ദേശം എന്നൊക്കെയുള്ള കാര്യങ്ങള് ഷെഫീന പൊളിച്ചടുക്കി കയ്യിൽ വെച്ചു കൊടുത്തിരിക്കുകയാണ്, തെളിവ് സഹിതം. ഈ രേണുസുതിയുടെ നാക്കൊക്കെ എവിടെ പോയി? നാക്കെന്താ ഇറങ്ങിപ്പോയോ? കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഷെഫീനയുടെ ഒരു വീഡിയോസ് യൂട്യൂബില് ഷെഫീന ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതേ തുടർന്ന് ഈ രേഷ്മയുടെ നാക്കിന്റെ നീളം കുറഞ്ഞുപോയി. അതിന്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ, രേഷ്മ ഇപ്പൊ കാണുന്നില്ലല്ലോ, ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ പ്രഹസനങ്ങള്. അമ്പും വില്ലും മലപ്പുറം കത്തി എന്തൊക്കെയായിരുന്നു. ഇപ്പം ഇതൊന്നും നാക്കിന് വളരെ നീളമായിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വരെ. ഇപ്പോ എന്തായാലും നാക്കിന്റെ നീളം നമ്മുടെ ഷെഫീനെ അങ്ങോട്ട് കുറച്ചു കൊടുത്തു. ഇങ്ങനെ മുൻപോട്ട് പോയാൽ പ്രതികരിക്കാൻ ഉള്ള ആർജവമുള്ള പ്രതികരണ ശേഷിയുമുള്ള ഒരു സമൂഹത്തിലാണ് ജീവിക്കുന്നതെന്നും പ്രതികരിക്കാൻ കഴിവുള്ള പെൺകുട്ടികൾ ഉണ്ട് എന്നും വിവരമറിഞ്ഞപ്പോൾ രേഷ്മയുടെ സ്വഭാവത്തിന്, ആ ആറ്റിറ്റ്യൂഡിന് കുറെ മാറ്റം വന്നു. അഹങ്കാരത്തിന് കുറച്ച് കുറവ് കിട്ടി. അത് ഈ ജനങ്ങൾക്ക്, കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്ക് കുറച്ചൊരു പ്രചോദനമാണ്. അതിന്റെ കാരണം മറ്റൊന്നുമല്ല, ഈ രേഷ്മ തങ്കച്ചൻ വന്ന് മീഡിയസിന്റെ മുൻപിൽ വന്ന് നിന്നുള്ള അഹങ്കാര വർത്തമാനം. നമ്മള് കുറച്ചൊരു ഇതാണെങ്കിൽ നമുക്ക് അത് നമ്മൾ കേട്ടിരിക്കും, അല്ലെങ്കിൽ ന്യായമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കും, അല്ലെങ്കിൽ ഒരു മറുപടി കൊടുക്കും, ഒരു എന്താ പറയുന്ന കമന്റിലും. ഇത് അങ്ങനൊന്നും അല്ല. ഈ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കി അണ്ണാക്കിലേക്ക് വെച്ച് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഷെഫീന കുട്ടി. മിടുമിടുക്കിയായ ഷെഫീന കുട്ടി, വിദ്യാഭ്യാസമുള്ള, വിവരമുള്ള, അറിവുള്ള, കഴിവുള്ള ഈ ഷെഫീന രേഷ്മ തങ്കച്ചന്റെ കുറച്ചൊരു അഹങ്കാരം മാറ്റിക്കൊടുത്തിരിക്കുകയാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കതൊരു സന്തോഷമേകുന്ന കാര്യം തന്നെയാണ്. എന്തുകൊണ്ട്? നമുക്ക് നാട്ടില് ഇറങ്ങി നടന്ന് മാന്യമായിട്ട് സ്ത്രീകൾക്ക് ജീവിക്കണം. ഒരുപാട് യൂട്യൂബേഴ്സ് സത്യസന്ധതയ്ക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഈ രേഷ്മയുടെ പൊള്ളത്തരങ്ങൾക്ക് വേണ്ടിയിട്ടും ഏത് രീതിയിൽ കൂടി ഇതിനെ എതിർത്ത് സംസാരിച്ചാലും രേഷ്മ തങ്കച്ചന്റെ നാക്കിന് നീളമൊന്നും കുറവില്ലായിരുന്നു. അത് പൊളിച്ചെളിക്ക് കയ്യിൽ വെച്ച് കൊടുത്തിരിക്കുകയാണ് നമ്മുടെ ഷെഫീന. അത് പറയുവാൻ കാരണം, ഈ ഒരു 3-4 ദിവസങ്ങൾക്ക്, ഒരാഴ്ചക്ക് മുമ്പ് ഷെഫീന കുറെ തെളിവുകൾ സഹിതം രേഷ്മയുടെ ഈ എന്താണ് കടന്ന കയറ്റം വളരെ ഏറെ എന്താ പറയുന്നേ, നമുക്ക് വളരെ മോശമായ രീതിയിലുള്ള രേഷ്മയുടെ ഇപ്പൊ ഇനാഗ്രേഷൻ ഒന്നും ഇല്ലേ? ഈ ഇനാഗ്രേഷന് പോകുന്നു പറഞ്ഞുകൊണ്ട് കുറച്ച് ഷൈൻ ചെയ്തായിരുന്നല്ലോ അവിടെ, എവിടെയാണ്, എയർപോർട്ടിലൊക്കെ വന്ന് നിന്നുകൊണ്ട് ഇനാഗ്രേഷന് പോകുന്നു, എന്റെ ഉദ്ഘാടന ചടങ്ങാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഇപ്പൊ പോസ് ഒന്നും ഇല്ലേ? ഷൈൻ ചെയ്യുന്നൊന്നും ഇല്ലേ? എവിടെ പോയി നാക്ക്? രേഷ്മയോട് ചോദിക്കട്ടെ, ഇത് എവിടെയാണ് ഇപ്പൊ പൊത്തിൽ ഒളിച്ചിരിക്കുന്നത്? എവിടെയാണ് ഇപ്പം? സംഭവം കാണാനൊന്നും ഇല്ലല്ലോ. അപ്പൊ ഇങ്ങനൊന്നും അല്ലായിരുന്നല്ലോ. നാം പറച്ചിലും അഹങ്കാരവും ഷൗട്ട് ചെയ്തുകൊണ്ട്, ഷെഫീനെ ഷൗട്ട് ചെയ്തുകൊണ്ടും അപമാനിച്ചുകൊണ്ടും ഒക്കെയുള്ള സംസാരം ഇങ്ങനെ എടുത്ത രീതികളൊന്നും അല്ലായിരുന്നു. എന്തായാലും ദുബായിലെ ആ കാര്യങ്ങൾ, ദുബായിൽ എവിടെ പോയി, എന്തിനു പോയി, ആരുടെ കൂടെ ചെലവഴിച്ചു, എന്തായിരുന്നു ഉദ്ദേശം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഷെഫീന പൊളിച്ചടുക്കി കയ്യിൽ വെച്ചു കൊടുത്തിരിക്കുകയാണ്, തെളിവ് സഹിതം. എന്താ പറയുന്നേ, ശബ്ദരേഖ സഹിതം ജനങ്ങളെ കേൾപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ രേഷ്മ തങ്കച്ചൻ കുറച്ചൊന്ന് ഒതുങ്ങിയത്, കുറച്ചൊന്ന് ഒതുക്കം വന്നിട്ടുണ്ട്, കുറച്ചൊന്ന് അടങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോ രേഷ്മയ്ക്ക് ഒന്നുമായിട്ടില്ല, യാതൊന്നുമായിട്ടൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രം, ഒരു സാമ്പിൾ മാത്രം. അടിയൊന്നും ആയിട്ടില്ല, വടി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്.